ഇന്ന് കോഡിംഗ് പഠിക്കുക എന്നുള്ളത് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മാൻഡേറ്ററി ആയിട്ടുള്ള സ്കിൽസാണ്. കോഡിംഗ് പഠിക്കുന്ന ഒട്ടനവധി റിസോഴ്സസും ഓൺലൈനായിട്ടും ഓഫ്ലൈനുമായിട്ടൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ കോഡിംഗ് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് സെൽഫ് ലേൺ ആയിട്ട് പഠിക്കണോ അതോ ഞാൻ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണോ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഈ രണ്ട് കാര്യത്തിലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി. പലരും എന്നോട് ഈ ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിലെ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗ് എയിമിനെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ക്യാപ്പ് എന്നവർക്ക് IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ ഐ എം സാഹിർ. വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. സോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് പലർക്കും സെൽഫ് ടോട്ട് ലേണിംഗ് അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് എന്താണെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടോ പെയ്ഡ് ആയിട്ടോ ഉള്ള ഓൺലൈൻ റിസോഴ്സസ്, ട്യൂട്ടോറിയൽസ്, കോഡിംഗ് ഡോക്യുമെൻറ്റേഷൻസ്, യൂട്യൂബ് വീഡിയോസ്, പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോംസ് ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് കോഡിംഗ് സ്കിൽസ് സ്വന്തമായി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതിനെയാണ്. ഒരുപാട് സക്സസ്ഫുൾ പ്രോഗ്രാമേഴ്സ് സെൽഫ് ലേണിങ്ങിലൂടെ നല്ലൊരു കരിയർ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എനിക്ക് സെൽഫ് ലേൺ ചെയ്യുന്നതിലൂടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേസിൽ പഠിക്കാൻ പറ്റും. ഡെഡ് ലൈൻസ് ഇല്ല, ഷെഡ്യൂൾസ് ഇല്ല. നിങ്ങൾക്ക് എപ്പം പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. സോ ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഈവൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് നല്ല മികച്ച ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. സോ ഇതിലൂടെ സെൽഫ് ലേൺ ചെയ്യുന്നവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ എന്താണ് ബെറ്റർ റിട്ടൻഷൻ. നമ്മളുടെ സെൽഫ് ലേൺ ചെയ്ത ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യവും ഓരോ മെറ്റീരിയൽ ഇൻഡെപ്തായിട്ട് ഇറങ്ങി ചെന്ന് റിസർച്ച് ചെയ്തായിരിക്കും നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുന്നത്. ഇത് പിന്നീട് സാഹചര്യത്തിൽ നമുക്കത് റീകളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് പഠിച്ച കാര്യം മാസ്റ്റർ ചെയ്യാനും സാധിക്കും. നാലാമതായിട്ടുള്ള സ്കില്ലാണ് ഇംപ്രൂവ്ഡ് പ്രോബ്ലം ലേണിംഗ് സ്കിൽ എന്ന് പറയാം. മെൻറ്ററിൻ്റെ സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ആയിരിക്കും. ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ പ്രോബ്ലം അനലൈസ് ചെയ്യാനുള്ള സ്കില്ലും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ക്യാപ്പബിലിറ്റിയും സൊല്യൂഷൻസ് ഇൻഡിപെൻഡൻ്റ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി സെൽഫ് ലേണിംഗിൻ്റെ ചലഞ്ചസ് നോക്കാം. ലാക്ക് ഓഫ് സ്ട്രക്ചേർഡ് ഗൈഡൻസ് ആണ് സെൽഫ് ലേണിംഗിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർമലായിട്ട് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് ലേൺ ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് ലേണിംഗ് പാത്ത് കണ്ടെത്താൻ സെൽഫ് ലേണിംഗ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാകും. നമുക്ക് ഇന്ന് ഒരുപാട് ലാംഗ്വേജസും ഒരുപാട് ഫ്രെയിം വർക്ക്സും ഒരുപാട് കൺസെപ്റ്റൊക്കെ പഠിക്കേണ്ട. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാനും എവിടെയും തുടങ്ങണം, എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതിലൊക്കെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഞാൻ ഡീബഗ്ഗിങ് നമുക്ക് എറർ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സെൽഫ് ലേൺ ചെയ്യണമെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പം ദിവസങ്ങളോളം എടുത്തേക്കാം. ഇങ്ങനെ ദിവസങ്ങളോളം മൾട്ടിപ്പിൾ എറേഴ്സ് വരുമ്പോൾ നമ്മളത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. സെൽഫ് ലേൺ ഒരു കണക്ക് സൂചിപ്പിക്കുന്ന സെൽഫ് ലേൺ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയതിൽ 100ൽ 5 പേര് മാത്രമേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പിന്നെ വേറൊന്നെന്ന് ഒരുപാട് സമയം എടുക്കും. സെൽഫ് ലേണിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ലേണിംഗിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ്. ഇതിന് പ്രധാന കാരണം സ്ട്രക്ചേർഡ് ലേണിംഗ് പാത്ത് ഇല്ലാത്തതും സ്വന്തമായി തന്നെ ബഗ്സ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതുമാണ്. വേറൊരു ഡിസഡ്വാൻറ്റേജ് ടെക് വേൾഡിൽ ചേഞ്ചസ് വളരെയധികം വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഡിസഡ്വാൻറ്റേജ് തോന്നിയിട്ടുള്ളത് വരുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചുള്ള അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് ലേണിംഗ് സ്ട്രക്ചേർഡ് ലേണിംഗ് പാത്ത് ആയതുകൊണ്ട് തന്നെ പുതിയ ലൈബ്രറീസിനെയും കുറിച്ചും ഫ്രെയിം വർക്സിനെ കുറിച്ചും ഒക്കെ അറിയാൻ ചിലപ്പോൾ പലപ്പോഴും വളരെ വൈകി അറിയാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണെന്ന് നോക്കാം. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് പാത്ത് കിട്ടും. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ളതോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ കോഴ്സസോ അല്ലെങ്കിൽ വിർച്വൽ ബൂട്ട് ക്യാമ്പ്സോ അതിലൊക്കെ ആണെന്ന് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് പാത്ത് കിട്ടുമെന്നാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റുഡൻസിനെ എഫിഷ്യൻ്റായി ട്രെയിൻ ചെയ്യിക്കാനും റിയൽ വേൾഡ് കോഡിംഗ് ജോബിലോട്ട് ട്രാൻസിഷൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇനി നമുക്കൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. രണ്ടാമതായിട്ടൊരു ട്രെയിനിങ് കോഴ്സ് ജോയിൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് മെന്റർഷിപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സെൽഫ് ലേണിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതിന് പകരം ഇവിടെ ഒരു പിയർ ഗ്രൂപ്പ് ആണ്, നിങ്ങൾ സപ്പോർട്ടിന് മെന്റർ കാണും, പിന്നെ റിയൽ ടൈം പ്രൊജക്ട്സ് കാണും, കൂടാതെ പ്ലേസ്മെൻറ്റിനായിട്ട് പല കോഴ്സുകളും പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂർ പോലത്തെ പല പ്ലാറ്റ്ഫോംസും പ്ലേസ്മെൻറ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും. ഇതാണ് ട്രെയിനിങ് കോഴ്സുകളുടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂന്നാമെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. നമുക്കൊരു സ്ട്രക്ചേർഡ് ലേണിംഗ് പാത്ത് ഉണ്ട്, സ്ട്രക്ചേർഡ് കരിക്കുലം ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട്, നമുക്ക് എറേഴ്സ് വരുമ്പോൾ അത് പറഞ്ഞു തരാനും
ഒക്കെ ഒരാളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ, നമുക്ക് ഒരു പിയർ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും, സമയം ലാഭിക്കും. നമുക്ക് ഒരു സെൽഫ് ലേൺ ചെയ്ത് 10 മുതൽ 12 മാസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് 4 മുതൽ 5 മാസം കൊണ്ട് നമുക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് അത് അക്കൗണ്ടബിലിറ്റിയാണ്. ഷെഡ്യൂൾ ഉള്ളതുകൊണ്ടും അസൈൻമെൻറ്റ്സും ഡെഡ് ലൈൻസും പിന്നെ നമുക്കൊരു പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒരു അക്കൗണ്ടബിൾ ആകുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ. ഇവിടെ സ്റ്റുഡൻസ് ഗീവ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സെൽഫ് ലേണിംഗിൽ 5% കംപ്ലീഷൻ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോഗ്രാംസിൽ കംപ്ലീഷൻ റേറ്റ് ഏകദേശം 75% ആണ്. സോ നമ്മൾ സെൽഫ് ലേണിങ്ങിൻ്റെയും ഒരു കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നോക്കി കോഡിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള സ്കില്ലാക്കുന്നത്. കോഡിംഗ് പഠിക്കുന്നതിനുള്ള കൗണ്ട്ലെസ് സ്ട്രഗിൾസും ബഗ്സും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ വാർത്തെടുക്കുന്നത്. പലപ്പോഴും പലരും കോഡിങ്ങിൽ ഫെയിൽ ആവുന്നത് ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഇല്ലാത്തതും ഫണ്ടമെൻ്റൽസ് സ്കിപ്പ് ചെയ്യുന്നതൊക്കെ കൊണ്ടാണ്. വേറെ ചിലർക്ക് മിസ്റ്റേക്സ് ചെയ്യുന്നുള്ള ഭയവും കാണും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഏതൊരു കാര്യം പുതുതായിട്ട് പഠിച്ചാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയാൽ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് ചുമ്മയല്ല പറയുന്നത്, അത് നിങ്ങൾ ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ കോഡിംഗ് പഠിക്കുമ്പോഴുള്ള ചലഞ്ചസ് മറികടക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനായിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് ടൈമിന് കാത്തിരിക്കുക, അതായത് വെക്കേഷൻ വരട്ടെ എന്നുള്ളത്, കോഴ്സ് കഴിയട്ടെ എന്നുള്ളതോ, അല്ലെങ്കിൽ ജോബിൽ നിന്ന് റിസൈൻ ചെയ്യട്ടെ എന്നുള്ളത്, കരിയർ ഗ്യാപ്പ് വരട്ടെ എന്നുള്ളത്, കരിയർ ഒരു ബ്രേക്ക് കിട്ടുന്നതെന്നുള്ളതൊക്കെ ചിന്തിക്കുന്നത് പകരം ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സെൽഫ് ലേൺ നിങ്ങൾ കോഡിംഗ് ആണ് സെൽഫ് ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിലൊരു 80% എബോവ് ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 85% എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെൽഫ് ലേൺ ചെയ്ത് സക്സസ്ഫുൾ കരിയർ കോഡിംഗ് കെട്ടിപ്പിടുക. അല്ല നിങ്ങൾക്കിപ്പം 85% എബോവ് മാത്സിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 55 ആൻഡ് എബോവ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 55 ആൻഡ് എബോവ് മാത്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ 55 to 85 ആണ് നിങ്ങളുടെ മാത്സിലുള്ള ഒരു ബ്രാക്കറ്റ്, മാർക്കിൻ്റെ ബ്രാക്കറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം 10th +2 ഡിഗ്രി ഗ്രാജുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല നിങ്ങൾക്ക് 55% താഴെയാണ് ആവറേജ് മാത്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോഡിംഗ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ നോൺ കോഡിംഗ് ആയിട്ട് തന്നെ ഒരുപാട് ടെക്നിക്കൽ ജോബ് റോൾസ് ഉണ്ട്, ഡേറ്റ അനലിറ്റിക്സ് ഉണ്ട്, ഈവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഉള്ള ജോബ് റോൾസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. സോ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോയ്ക്കായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.